അർജുൻ എന്ന യുവാവിനെയും ആ ലോറിയെയും കാണാതെയായി കർണാടകയിൽ വെച്ച് ഷിരൂരിൽ വെച്ച് 7 ദിവസം കഴിഞ്ഞു. ഈ 7 ദിവസമായിട്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടണോ വേണ്ടയോ എന്ന്. എന്നും രാവിലെ ആലോചിക്കും വേണമെന്ന്, വൈകുന്നേരം വിചാരിക്കും വേണ്ട. ആദ്യ ദിവസം മുതൽ എനിക്ക് ഒരു കാര്യമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ഇതൊരു മീഡിയ എക്സാജറേഷനാണ്, മീഡിയ ഹൈപ്പാണ് എന്ന് പറഞ്ഞാൽ ചാനലുകൾ ഇതിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നു, മലയാളിയുടെ സോഫ്റ്റ് കോർണറിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നു. അല്പം ക്രൂരമാണെങ്കിലും ഞാൻ 2ാമത്തെ ദിവസം പറഞ്ഞായിരുന്നു അർജുനും ലോറിയും ആ മണ്ണിനടിയിൽ ഇല്ല എന്ന്. വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഡിസ്കഷനിൽ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു എനിക്ക് മനുഷ്യത്വമില്ലെന്ന്. അപ്പം എൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷെ അത് കൂടുതൽ വിമർശനങ്ങൾക്ക് വിധേയമാകുമെന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഉണ്ടാക്കിയില്ല. അർജുൻ വെള്ളത്തിലുമില്ല, അതായത് ആ നദിയിലുമില്ല. എനിക്ക് ആ ലോറി ഉടമസ്ഥനെ കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല, എനിക്ക് അയാളെ വിശ്വാസവും ഇല്ല. ഇതിൽ കൂടുതൽ ഞാൻ വ്യക്തമായിട്ട് എന്തെങ്കിലും പറയണോ? പ്രമോദ് പെരുമ്പായിക്കാട്. എൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് വീഡിയോ ഉണ്ടാക്കിയാലൊന്നും അർജുനെ കണ്ടുപിടിക്കാൻ പറ്റില്ല, അതെനിക്കറിയാം. എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ മീഡിയ എന്ത് ചെയ്യുന്നു, നാട്ടുകാരായ നമുക്ക് എന്ത് വേണം, മലയാളികൾക്ക് എന്താണ് വേണ്ടത്. മലയാളികളും ചാനലുകളും ഒക്കെ മലയാളിയുടെ പ്രബുദ്ധതയെക്കുറിച്ച്, മലയാളിയുടെ മനുഷ്യത്വത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട്, വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ആരെക്കാട്ടിലും വലിയ മനസ്സുള്ളവരാണ് നമ്മൾ. നമ്മളിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ അയാളെ കിട്ടുന്നത് വരെ, അയാൾക്ക് ജീവനുണ്ടോ എന്ന് അറിയുന്നിടം വരെ, അല്ലെ അയാളെ ജീവനോടെ കിട്ടുന്നിടം വരെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെയാണ് നമ്മൾ നമ്മളെ വിശേഷിപ്പിക്കുന്നത്. എനിക്കിതിനോടൊന്നും വലിയ അഭിപ്രായമില്ല. ഇതൊക്കെ ഒരു പൊങ്ങച്ചം പറച്ചിലായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, എനിക്കറിയാം ഞാൻ പറയാൻ പോകുന്നത്. കഴിഞ്ഞ 3 ആഴ്ചകളിലായിട്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു അവലോകനം നടത്താം. ഒരുപാടൊന്നും പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല. കലയുടെ കൊലപാതകം മാന്നാറിൽ, ആ കഥയ്ക്ക് 7 ദിവസമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ ഉടൻ ജോയിയുടെ മരണമായി. ജോയിയുടെ മരണത്തിന് 5 ദിവസം. 6ാമത്തെ 7ാമത്തെയും ദിവസത്തേക്ക് കൊണ്ടുപോകാനുള്ള സമയം കിട്ടിയില്ല. അതിനു മുമ്പ് അർജുന്റെ കഥ ചാനലുകൾ അവതരിപ്പിക്കാൻ തുടങ്ങി. അത് ഏതായാലും 7 ദിവസമായിട്ട് നീണ്ടു നിൽക്കുകയാണ്. മറ്റൊരു കഥ കിട്ടിയാൽ ഈ മലയാളി ചാനലുകൾ ഈ അർജുനെ വിട്ടിട്ട് അതിന്റെ പുറകെ പോകും. പിന്നെ എന്താണ് ഈ മലയാളിയെ വിശേഷിപ്പിക്കുന്ന ഈ പ്രബുദ്ധത, ഈ മനുഷ്യ സ്നേഹം? ഇതൊരു പൊങ്ങച്ചമല്ലേ? എവിടെ പോയി കല? കലയുടെ ബോഡി കിട്ടിയോ? കലയെ കൊന്നെന്ന് പറയുന്ന 1ാം പ്രതിയായ ഭർത്താവ് ഇസ്രായേലിൽ നിന്ന് തിരിച്ചു വന്നോ, കൊണ്ടുവന്നോ? ആ ചൈത്ര മാഡം വേറെ എന്തെങ്കിലും പുതിയ റിപ്പോർട്ടുകൾ വല്ലതും പുറത്തു വിട്ടോ? ഒന്നുമില്ല, ആർക്കും ഒന്നും പറയാനില്ല. ജോയി എന്ന് പറയുന്ന ഒരു വ്യക്തി മരിച്ചു. അപ്പോഴും നമ്മൾ പറയുന്നു നമ്മൾക്ക് ജോയിയോട് സ്നേഹമാണെന്ന്, നമ്മൾ മനുഷ്യത്വം കാണിക്കുകയാണെന്ന്. ഒരു ദിവസം ആവറേജ് 4.5 മനുഷ്യൻ കേരളത്തിൽ മരിക്കുന്നു വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ മൊത്തം മരണത്തെ 365 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 4.6 ആണ്. ഈ 4.5 മനുഷ്യൻ അല്ലെ 4.6 മനുഷ്യൻ ഒരു ദിവസം മരിക്കുന്നുണ്ടെങ്കിലും അവിടെ ഇവിടെയൊക്കെ വരുന്ന ചില മരണങ്ങൾ മാത്രം അത് TV ചാനലിൽ വരുന്നു. അതെന്താ അങ്ങനെ? ബാക്കിയുള്ള ജീവനുകൾക്കൊന്നും വിലയില്ലേ? എന്തുകൊണ്ടാണ് ഈ ജോയിക്ക് ഇത്രയും പ്രാധാന്യം? അവിടെ രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സിറ്റിയാണത്. ഇടതുപക്ഷത്തിന്റെ മേയറാണ് അവിടെയുള്ളത്. അപ്പോൾ അത് വലിയ വാർത്തയാക്കിയല്ലേ പറ്റുള്ളൂ. പിന്നെ നേതാക്കന്മാർക്കൊക്കെ എളുപ്പം എത്തിച്ചേരുകയും ചെയ്യാമല്ലോ, അധികം യാത്ര ചെയ്യുകയൊന്നും വേണ്ട. അതുകൊണ്ട് എല്ലാവരും അവിടെയുണ്ട്. ജോയിയെ കാണാതായി, അത് കണ്ടു നിന്നവരുണ്ട്. അവരുടൻ തന്നെ വേണ്ടപ്പെട്ടവരെ വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് വന്നു. ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അഴുക്ക് വെള്ളത്തിലേക്ക് അങ്ങ് മുങ്ങി അങ്ങ് പോയി, ഒഴുകിപ്പോയി. തൊട്ടടുത്ത് തന്നെ ഒരു ടണലാണ്, റെയിൽവേയുടെ അടിയിൽ കൂടി പോകുന്ന വലിയ ടണലാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പക്ഷേ സ്ക്യൂബ ഡൈവേഴ്സ് വന്നു, മുങ്ങൽ വിദഗ്ധന്മാർ. എന്തിനു വന്നു? ആ വ്യക്തി ആ വെള്ളത്തിനടിയിലേക്ക് പോയി. അഴുക്കുചാലാണ്, ഒരുപാട് ഫ്ലോട്ട് ചെയ്യുന്ന അഴുക്കുകൾ അതിനകത്തുണ്ട്, മാലിന്യങ്ങളുണ്ട്. ഒരാൾ മുങ്ങിയിട്ട് കണ്ണു തുറന്ന് നോക്കിയാൽ ആ വെള്ളത്തിനകത്ത് എന്താണെന്ന് കാണാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യാനാണ് സ്ക്യൂബ ഡൈവർമാർ വന്നത്? അതും 10-40 ആൾക്കാർ. അവർ വരുന്നു, അവർ വെള്ളത്തിൽ മുങ്ങുന്നു, അവർ 20 മീറ്റർ അകത്തേക്ക് പോയി, 30 മീറ്റർ അകത്തേക്ക് പോയി. ഇതൊക്കെയായിരുന്നു കഥകൾ. എല്ലാവർക്കും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാനായിരുന്നു താല്പര്യം. എല്ലാ പാർട്ടിക്കാർക്കും, പോലീസുകാർക്കും, ചാനലുകാർക്കും. അവരതിൻ്റെ ലൈവ് ടെലികാസ്റ്റാണ്, 24 hours. എന്തായാലും വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അന്വേഷണം നടത്തി, മടുത്തു, എല്ലാവരും സ്ഥലം വിട്ടു. അതായത് ആ മനുഷ്യ സ്നേഹം വൈകിട്ട് 7:30 ആയപ്പോൾ തീർന്നു. അടുത്ത ദിവസം വീണ്ടും തുടങ്ങി. അപ്പോഴത്തേക്കും മൃതദേഹം കുറച്ചകലെ പൊങ്ങി. എങ്കിലും 3-4 ദിവസം കൂടി ആ കഥകളൊക്കെ പറഞ്ഞങ്ങനെ നിന്നു. ഒരു മന്ത്രി വന്ന് 10 ലക്ഷത്തിൻ്റെ ഒരു ചെക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. മീഡിയ അതിനെയും കവർ ചെയ്തു, എല്ലാവരെയും കാണിച്ചു. ഇനിയും കാശ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു,
4.5 മനുഷ്യൻ ഒരു ദിവസം മരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. എന്താ അവിടെ എല്ലായിടത്തും ഒന്നും നേതാക്കന്മാർ പോകാത്തത്? എന്താണ് അവിടെ എല്ലായിടത്തും ഒന്നും TV ചാനലുകൾ ക്യാമറയുമായിട്ട് ചെല്ലാത്തത്? ഇതിന് ഏതെങ്കിലും ചാനലുകാർക്ക് ഉത്തരവുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബർമാർക്ക് ഇതിന് ഉത്തരവുണ്ടോ? വ്യൂ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇത് ശരിക്കും മനുഷ്യത്വമാണോ? മനുഷ്യത്വമായിരുന്നെങ്കിൽ ഈ കലയുടെ കാര്യത്തിലാണെങ്കിലും ശരി, ഈ ജോയിയുടെ കാര്യത്തിലാണെങ്കിലും ശരി, അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ചർച്ചകളും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് പിരിക്കലും എന്തെങ്കിലുമൊക്കെ അവിടെ കണ്ടേനെ. ഇത് മലയാളിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സംഭവം കണ്ടു കേട്ടു, അടുത്ത വരുമ്പോഴത്തേക്കും തൊട്ടു മുമ്പത്തെ കാര്യം അങ്ങ് വിട്ടുകളയുകയാണ്. അത് കഴിഞ്ഞ് അടുത്തിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇനി അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അത് ചാനലുകാർക്ക് വ്യക്തമായിട്ട് അറിയാം. അവരതിനെ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് നല്ല കഥയാക്കി കവിതയാക്കി ഓരോ മിനിറ്റിലും അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതല്ലേ ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പൊ അർജുന്റെ കാര്യത്തിൽ ആ മണ്ണിനടിയിൽ അത്രയും വലിയ ലോറി ഇല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജിയോളജി പഠിക്കണമെന്നൊന്നുമില്ല, കയ്യിൽ ക്യാമറ വേണമെന്നുമില്ല. വീട്ടിൽ ഇരുന്ന് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണിത്. ചിലർ 10 അടി എന്ന് പറയുന്നു, ചിലർ 10 മീറ്റർ എന്ന് പറയുന്നു. ഈ അടിയും മീറ്ററും തമ്മിലുള്ള വ്യത്യാസം പോലും പലർക്കും അറിയില്ല. ചാനലുകാർ വായിൽ തോന്നുന്നു വിളിച്ചു പറയുകയാണ്. എന്നിട്ടോ കർണാടക ഗവൺമെന്റിനെ കുറ്റം പറയുന്നു. വേറെ ചിലർ ഭരിക്കുന്ന പാർട്ടിയെയും പിണറായി വിജയനെയും കുറ്റം പറയുന്നു. അവർ തിരിച്ച് ഇങ്ങോട്ട് കുറ്റം പറയുന്നു. പിന്നെ സെൻട്രൽ ഗവൺമെന്റിനെ കുറ്റം പറയുന്നു. എന്തായാലും രാഷ്ട്രീയക്കാർ 2 ദിവസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറ്റം പറച്ചിലൊക്കെ നിർത്തി. കാരണം എല്ലാ പാർട്ടിക്കാരും അവിടെ എവിടെയൊക്കെ ചെന്ന് എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു പ്രസൻസ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അതോടുകൂടി ഈ രാഷ്ട്രീയ കുറ്റം പറച്ചിലുകൾ ഒരുപാട് കുറഞ്ഞു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മലയാളി ഇതിനെ ഒരു വലിയ ഇഷ്യൂ ആക്കി എടുത്തു. ശരിയാണ്, മനുഷ്യത്വമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് തർക്കിക്കാൻ വരുന്നില്ല, എനിക്ക് എതിരഭിപ്രായം ഇല്ല. മനുഷ്യത്വമുണ്ടോ? ഉണ്ട്. സ്നേഹമുണ്ടോ? ഉണ്ട്. അയാളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. ഇതിനെയൊക്കെ വലുതാക്കി കാണിച്ചതാരാണ്? ചാനലുകാർ. ചാനലുകാർ ഓരോ മണിക്കൂറിലും പല രീതിയിൽ അതിനെ അവതരിപ്പിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു ടെൻഷൻ കയറ്റി നമ്മളെ അതിൽ പിടിച്ചിരുത്തുകയാണ്. നമ്മൾ ഫുൾ ടൈം വീട്ടിൽ TV ഓൺ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കിട്ടിയേക്കും, എന്തെങ്കിലും തുമ്പ് കിട്ടിയേക്കും, അയാളുടെ ജീവൻ രക്ഷപ്പെട്ടേക്കും. പക്ഷെ നനഞ്ഞ മണ്ണിൽ ഒരു വ്യക്തിയെ, ആ വ്യക്തിയെ അല്ല കാണാതായത്, ആ ലോറിയെ, അതിന് മാത്രം നനഞ്ഞ മണ്ണിനടിയിൽ പോകുന്ന ഒരാളെ ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച മലയാളിയെ മണ്ടൻ എന്നല്ലാതെ എന്താ വിളിക്കുക? അതിന് മനുഷ്യത്വമാണെന്ന് ഞാൻ പറയില്ല. നല്ല മനസ്സുള്ള മലയാളിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചാനലുകാർ ചെയ്യുന്നത്. ലോറിയെ കുറിച്ചുള്ള കഥകൾ, ആ ലോറിയുടെ ക്യാബിൻ അത് മെഴ്സിഡസിന്റെ വണ്ടിയാണ്, അതിന്റെ ഓണർ അവിടെ വന്നുകൊണ്ട് അതിനെക്കുറിച്ച് കുറെ വീരകഥകൾ പറയുന്നു. വലിയ കല്ലൊന്നും വീണാലൊന്നും അതിന്റെ ബോഡി തകരില്ല എന്ന് പറയുന്നു. ഇയാൾ എവിടുന്ന് അതൊക്കെ പഠിച്ചത്? ഒരു ലോറി മേടിച്ചെന്ന് കരുതിയിട്ട് ലോറിയുടെ എഞ്ചിനീയർ ആകുമോ? ഇത് കേട്ട് വിളിച്ചു പറയാൻ ചാനലുകാരും. ലോറി ഇവിടെ ഈ മണ്ണിനടിയിൽ ഉണ്ട് 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 എന്ന് പറഞ്ഞ് എന്തുമാത്രം ബലം പിടിച്ചു, ആരെയെല്ലാം കുറ്റം പറഞ്ഞു, സ്പീഡില്ല എന്ന് പറഞ്ഞു. ഞാൻ ആവർത്തിക്കുന്നു, ഞാൻ ആദ്യ ദിവസം തൊട്ടേ പറയുന്നുണ്ടായിരുന്നു അവിടെ ആ ലോറി ഇല്ല. അങ്ങനെ 6 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസം പറയുകയാണ് ലോറി ഒരു പക്ഷേ വെള്ളത്തിലായിരിക്കുമെന്ന്, ആറ്റിലായിരിക്കുമെന്ന്. ഈ തോന്നൽ ഇവർക്ക് ആർക്കും നേരത്തെ എന്തുകൊണ്ട് തോന്നിയില്ല? അല്ലെ റഡാറുമായിട്ട് വന്നു, ആ മണ്ണിന്റെ മുകളിലെല്ലാം നടന്ന് തപ്പി ആ സമയത്ത് എന്നാ അതുപോലെ ഒരു റഡാറും കൂടെ കൊണ്ടുവന്നിട്ട് GPR അതുകൂടെ കൊണ്ടുവന്നിട്ട് ആ വെള്ളത്തിലും കൂടെ പാരലായിട്ടും തപ്പിയേക്കാം എന്ന് എന്തുകൊണ്ട് ആരും ചിന്തിച്ചില്ല? ഒരു ചാനലുകാരൻ പോലും ചിന്തിച്ചില്ലല്ലോ. അതെന്താ? ഇനി ആർമി വരുമെന്ന്. ആർമി വന്നാൽ ആശ്വാസമാകും, ആർമി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നല്ല പ്രദേശം നമുക്ക് വെച്ചുകൊണ്ടിരിക്കുക, ആർമി വന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊക്കെയായിരുന്നല്ലോ ഇന്നലെ വൈകുന്നേരമുള്ള വാർത്ത. ആർമി വരും എന്ന് പറയുമ്പോൾ ഇവരൊക്കെ പ്രതീക്ഷിച്ച എന്താണെന്ന് വെച്ചാൽ, അന്ന് ആ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ സമയത്ത് ഒരു 100-300 ടാങ്കുകളൊക്കെ ഇങ്ങനെ വരിയായിട്ട് റോഡിൽ കൂടെ പോകുന്നതൊക്കെ നമ്മൾ TV കണ്ടായിരുന്നു. ഇവരൊക്കെ വിചാരിച്ചിരുന്നത് ഈ ആർമി വരും എന്ന് പറയുമ്പോൾ ഇതുപോലെ കുറെ ടാങ്കുകളും കുറെ 100 കണക്കിന് ലോറി എല്ലാം കൂടി ഇങ്ങോട്ട് വരും, കുറെ ക്രെയിനുകളൊക്കെ വരും. പക്ഷെ ആകെ വന്നത് 3 വണ്ടി മാത്രം. അവരുടെ പ്രത്യേകിച്ച് ഉപകരണങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് നാളെ കൊണ്ടുവരാമെന്നൊക്കെ അവർ പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ 5 ദിവസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങൾ അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്, അതൊന്നും വലിയ കപ്പാസിറ്റി ഇല്ല, ആക്യുറസി ഇല്ല എന്നുള്ള കാര്യം ആ ഗവൺമെന്റ് തന്നെ അക്സെപ്റ്റ് ചെയ്തു. ഇതിനർത്ഥം ഇവിടെ എല്ലാം ഒരുതരം കാഷ്വൽ ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഒന്നും തന്നെ ചെയ്യാനായിട്ട് എക്സ്പേർട്സ് ഇല്ല, അല്ലെ പ്രൊഫഷണൽസ് ഇല്ല. ഈ പ്രൊഫഷണൽ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്കും ശരിക്കുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് നടത്തിയുള്ള പരിചയമില്ല. ഇന്നത്തെ വാർത്ത കണ്ടു, ഉപഗ്രഹത്തിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടുകൾ, സാറ്റലൈറ്റ് പിക്ചേഴ്സ്, ചിലപ്പോൾ സാറ്റലൈറ്റ് വീഡിയോസും ആകും കേട്ടോ, അത് അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയെന്ന്. ഈ സാറ്റലൈറ്റ് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഈ സാധനം ഇന്നടുത്തൊന്നും അല്ലല്ലോ. അതായത് അപകടം ഉണ്ടായ ദിവസത്തെ, അതിന്റെ തലേ ദിവസത്തെ അല്ല അതിന്റെ പിറ്റേ ദിവസം ഇതൊക്കെ ആയിരിക്കണമല്ലോ. ഇതൊക്കെ എടുക്കാനുള്ള ടെക്നോളജി നമുക്കുണ്ട്, ISROയിൽ ഉണ്ട്. എന്തുകൊണ്ട് ഇത് 7ാം ദിവസം വരെ ലേറ്റ് ആക്കി? ആദ്യത്തെ 1-2 ദിവസത്തിൽ ഇത് ഹാൻഡ് ഓവർ ചെയ്തിരുന്നെങ്കിൽ അതിനകത്തുനിന്ന് വ്യക്തമായ പിക്ചർ നമുക്ക് കിട്ടുമായിരുന്നല്ലോ. അതനുസരിച്ചുള്ള അന്വേഷണം നടത്തിയാൽ മതിയായിരുന്നല്ലോ. ഈ ലോറി അഥവാ തെറിച്ച് വെള്ളത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ സാറ്റലൈറ്റ് വഴിയുള്ള ക്യാമറ വഴി നമുക്കിത് എളുപ്പം കണ്ടുപിടിക്കാമായിരുന്നല്ലോ. ഈ മണ്ണിനകത്ത് കിടന്ന് ഈ ബുൾഡോസറും കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആ JCB കൊണ്ടുവന്ന് ഈ കുത്തി മറിച്ചുകൊണ്ട് 5-6 ദിവസം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. നമ്മുടെ തന്നെ സാറ്റലൈറ്റ് അല്ലേ അങ്ങ് മുകളിലുള്ളത്.
എന്തിനാ എത്ര ദിവസം താമസിപ്പിച്ച? അപ്പൊ അതിനുള്ള തീരുമാനം എടുക്കാനുള്ള ബുദ്ധി ബോധം അതങ്ങോട്ട് വരുന്നില്ല. അതല്ലേ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്സിഡന്റ് സമയത്ത്, ആ മണ്ണിടിഞ്ഞ സമയത്ത് ആ ലോറി അവിടെ ഇല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പക്ഷേ ചോദിച്ചേക്കും, നീ ആരാടാ? 6 ദിവസം ഈ മീഡിയ, ഈ ചാനലുകൾ മലയാളികളെ ഒന്നടങ്കം മണ്ടന്മാരാക്കി. ഈ സസ്പെൻസ് ത്രില്ലർ പറഞ്ഞു. ശരിക്കും ഇതിന് മീഡിയക്കാരെ മാത്രം പറഞ്ഞിട്ട് കാര്യം. മലയാളിക്ക് ആവശ്യം ഈ സസ്പെൻസ് ത്രില്ലറുകളാണ്. അതാ ഞാൻ ആദ്യത്തെ 2 എക്സാമ്പിൾ പറഞ്ഞു. അവർക്ക് ഒരാഴ്ചത്തേക്ക് ഒരു സബ്ജക്റ്റ് കിട്ടി, ഒരു മരണവാർത്ത കിട്ടി, അതും പറഞ്ഞുകൊണ്ട് ഞാൻ അവരെന്ന് പറയുന്നില്ല, നമ്മൾ ഇതിനെ തിരിച്ചും മറിച്ചും പറഞ്ഞ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ അടുത്ത കിട്ടി കഴിയുമ്പോൾ അതിന് മുമ്പിലത്തെ കാര്യം മറക്കും. അടുത്ത ആഴ്ച മറ്റെന്തെങ്കിലും ഒരു അപകട വാർത്ത വന്നു കഴിഞ്ഞാൽ അർജുന്റെ കാര്യം അവിടെ തീരും. ഇത് മനുഷ്യ സ്നേഹമൊന്നും അല്ല. ഇത് അപകടത്തെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു താല്പര്യം മാത്രമാണ്. ഗൗളിഷ് എപ്പിക്കാരക്കസി എന്ന ഒരു വാക്ക്, ഒരു ഫ്രേസ് ഈ ശശി തരൂർ പറഞ്ഞത് കേട്ടാണ് ഞാൻ പഠിച്ചത്. പൈശാചികമായ ഒരു വികാരം, മറ്റുള്ളവന്റെ പതനം കാണാനായിട്ട്, അല്ലെ ഒരാൾക്കൊരു അപകടം വരുമ്പം അത് കാണാനുള്ള പൈശാചികമായ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു തൃഷ്ണ, ഇതല്ലേ ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്? എന്താ നമ്മൾ ഇങ്ങനെ ആയിപ്പോയത്? വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 30-40 വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരണങ്ങളുണ്ട്. കോട്ടയം കേന്ദ്രമാക്കിയാണ് ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത്. കുറെ ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ്, കുറെ മന്ത്രവാദ നോവലിസ്റ്റുകൾ, പിന്നെ കുറെ പ്രേമകഥകളുടെ എഴുതുന്ന ആൾക്കാർ, പൈങ്കിളി കഥകൾ എല്ലാ ആഴ്ചകളിലും ഇത് വരും. 10-12 എണ്ണം ഉണ്ടായിരുന്നു. അതൊരു വലിയ ബിസിനസ് ആയിരുന്നു. 12 ലക്ഷം കോപ്പി, 15 ലക്ഷം കോപ്പിയൊക്കെയാണ് ഓരോ ആഴ്ചയിലും വിറ്റുകൊണ്ടിരുന്നത്. നമ്പർ 1, നമ്പർ 2 പബ്ലിഷേഴ്സ്. ഞാൻ അവരുടെ നിന്ന് പേരെടുത്ത് പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഇപ്പം കടകളിലൊന്നും ഇത് അധികം അങ്ങനെ തൂങ്ങിക്കിടക്കുന്നില്ല. ഇത് ഡിജിറ്റലായിട്ട് പോവുകയാണോ എന്താണെന്ന് എനിക്കറിയില്ല. കാണുമായിരിക്കും. കാരണം ഈ കോട്ടയത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ സ്ഥാപനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് പലതും. എന്റെ വീട് കോട്ടയത്തായതുകൊണ്ട് ഈ SH മൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്, സീക്രട്ട് ഹാർട്ട് മൗണ്ട്. ഈ SH മൗണ്ടിൽ നിന്ന് തന്നെ 6-7 പ്രസിദ്ധീകരണങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഈ പല നോവലിസ്റ്റുകളും ഞങ്ങളുടെ വീടിനോട് അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് താമസിച്ചിരുന്നത്. ഒരു നോവലിസ്റ്റ് തന്നെ 3-4 പേരുകളിൽ പല വാരികകളിലായിട്ട് പലതരത്തിലുള്ള കഥ എഴുതുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഈ പൈങ്കിളി വാരികൾക്കുണ്ടായിരുന്ന ആ ഡിമാൻഡ് ഇന്ന് അതിനില്ലെങ്കിൽ ആ ഡിമാൻഡ് വേറൊരു മീഡിയയിലേക്ക് മാറിയിരിക്കുകയാണ്, ഈ ചാനലുകളിലേക്ക്. പൈങ്കിളി വാരികകൾ വായിക്കണം, ഇതാകുമ്പോൾ നേരെ നമ്മുടെ ഡ്രോയിങ് റൂമിൽ സോഫയിൽ അങ്ങ് ഇരുന്നാൽ മതി. TV ചാനലുകൾ ഈ കഥ ഇങ്ങ് പറഞ്ഞു തന്നോളൂ. TV സീരിയലുണ്ട് വൈകിട്ട്, അത് കൂടാതെയുള്ള കാര്യമാണ് ഈ പറയുന്നത്. റിയൽ ലൈഫ് സ്റ്റോറീസ് അവരിങ്ങനെ അവതരിപ്പിക്കുകയാണ്. നമുക്കിത് കേൾക്കാൻ നല്ലൊരു ത്രില്ലുമാണ്. ഇതല്ലേ ശരിക്കുള്ള മലയാളിയുടെ ഈ മനുഷ്യ സ്നേഹം എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആ ഒരു കാര്യം? എന്താ ഇക്കാലത്തെ കുറ്റാന്വേഷണങ്ങളിലൊന്നും ഒരു സയന്റിഫിക് അപ്രോച്ച് ഇല്ലാത്തത്? ചാനലുകളാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ആ കലയുടെ കൊലപാതക കേസിൽ ഒരു പോലീസ് ഓഫീസർ ഒരു കാര്യം അങ്ങ് പുറത്തു പറഞ്ഞു, ഒരു തെളിവുമില്ലാതെ. അതും പറഞ്ഞുകൊണ്ട് നമ്മളൊരു 5 ദിവസം ചെണ്ടയും കൊട്ടി ഇതുവഴിയെല്ലാം നടന്നു. എന്നിട്ട് ഒറ്റയടിക്കാൻ അങ്ങ് മറന്നു കളഞ്ഞു. ഈ പോലീസിന് കുറച്ചുകൂടെ പക്വത കാണിച്ചുകൂടായിരുന്നോ? അവരെന്തിനു ഇത്ര ധൃതി വെച്ച് അത് പുറത്തു വിട്ടു? ഇവിടെ എല്ലാവരും അവസരങ്ങൾ ഉപയോഗിക്കുകയാണ്. എങ്ങനെയെങ്കിലും സ്വന്തം മുഖം TV ചാനലിലൊന്ന് വരണം, 10 പേര് അറിയണം, ഇതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. അർജുന്റെ തിരോധാനത്തില് 2 റിപ്പോർട്ടുകൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു, GPS ലൊക്കേഷൻ കാണിച്ചു. ഇത് 2 വ്യക്തികൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ 2 കാര്യങ്ങളും അന്വേഷിച്ച് അത് ശരിയാണ് എന്ന് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ടോ? ശരിക്കും ഇത് സംഭവിച്ചതാണോ? അതോ ഇവര് ഫോൺ ഡയൽ ചെയ്യുന്നു, ആ ഡയൽ ചെയ്ത് കഴിഞ്ഞിട്ട് റിംഗ് ഒന്നും കേട്ടില്ലെങ്കിലും അവർ പറയുന്ന അതുപോലെ അങ്ങ് വിശ്വസിച്ച് അന്ന് റിംഗ് ആയി കാണും എന്ന് പറയുകയാണോ ഇവിടെ ചെയ്തത്? ഇതുവരെ ഒരു പോലീസുകാരും ഒരു ചാനലുകാരും അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ കണ്ടോ കേട്ടോ ഇല്ല. അതുപോലെ GPS-ന്റെ കാര്യം അതിന്റെ ഓണർ പറയുന്നു, ലോറിയുടെ മനാഫ് പറഞ്ഞതാണ് മഹാകാര്യം. ഇതായിരുന്നു ലാസ്റ്റ് ലൊക്കേഷൻ. ഇതിനെക്കുറിച്ച് ഒതന്റിക് ആയിട്ട് ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർ യെസ് ഞങ്ങൾ സമ്മതിക്കുന്നു, ഞങ്ങൾ വെരിഫൈ ചെയ്തു, ഇയാൾ പറയുന്നത് ശരിയാണ്, ഈ ലൊക്കേഷനിൽ ആ ലോറി ഉണ്ടായിരുന്നു എന്നാരെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവിടെയാണ് ഈ സാറ്റലൈറ്റ് ഇമേജുകളുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ സാറ്റലൈറ്റ് ഇമേജസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം, ആ ഒരു സപ്പോർട്ട്, ഇത് ദിവസങ്ങൾക്ക് മുമ്പേ എടുക്കേണ്ടതായിരുന്നു. ആരും ഒന്നും ചെയ്തില്ല. നമുക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മിലിറ്ററി എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. പക്ഷെ ഇതൊന്നും ഉപയോഗിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടല്ലോ, അതിവിടെ ആരും എടുക്കുന്നില്ല. നമുക്കൊക്കെ ഈ ജാട പറച്ചിലേ ഉള്ളൂ, പിന്നെ ഇഷ്ടമില്ലാത്തവനെ കുറ്റം പറയാനും. ഇതിൽ 2ലുമാണ് മലയാളിക്ക് താല്പര്യം. അർജുൻ തിരിച്ചു വരണം എന്ന് തന്നെയാണ് മാനുഷികമായ എൻ്റെയും ആഗ്രഹം, എൻ്റെയും പ്രാർത്ഥന. പക്ഷേ നടക്കാൻ പോകുന്നില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ഓവർ ഓപ്റ്റിമിസ്റ്റിക് ആകാൻ എനിക്ക് താല്പര്യമില്ല.